കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം സംഭരണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇന്ധന ചോർച്ച നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ലെന്നും സംഭരണ കേന്ദ്രം സ്ഥാപിതമായതു മുതൽ പ്രദേശവാസികൾ പലതരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ശുദ്ധവായു ശ്വസിച്ച കാലം മറന്നുവെന്നും കുടിക്കുന്ന വെള്ളത്തിന് പോലും ഡീസലിന്റെ ഗന്ധമാണെന്നും ഇവർ പറയുന്നു. ദിവസങ്ങളിലും സംഭരണ കേന്ദ്രത്തിൽ നിന്നും ഡീസലിന്റെ ഗന്ധമുയരും. അത് പ്രദേശത്താകെ വ്യാപിക്കും. രാവിലെയാണ് കൂടുതൽ. ആ സമയം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തലവേദന ഇപ്പോൾ സ്ഥിരമായി. പ്രദേശവാസികളുടെ പരാതി ഇങ്ങനെയാണ്. ഒരു വണ്ടിയിൽ ഇറക്കുമ്പോൾ ഇതാകുമ്പോൾ ഒക്കെ എൻ്റെ ഗ്യാസ് ഈ ഭാഗത്തേക്കാണ് വരിക. അത് ഈ പുതിയ ഡിപ്പ വന്നതിൻ്റെ ശേഷമാണ്. ഒരു കൊല്ലം വരെ ഞങ്ങൾ സഹിക്കുന്നത്. അപ്പോൾ പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇവിടെയുള്ള കൗൺസിലറോട് പറഞ്ഞ്, പിന്നെ അവിടെയുള്ള പോലീസ് ഒക്കെ പറഞ്ഞ്, പക്ഷേ ആരും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞ്. പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു നവകേരള സദസ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ കൂടെ ഞാൻ പരാതി കൊടുത്ത്. കുടിക്കുന്ന വെള്ളത്തിനും ശ്വസിക്കുന്ന വായുവിനും ഡീസലിന്റെ ഗന്ധമാണ്. പരാതി പറഞ്ഞു മടുത്തുവെന്നും പ്രദേശവാസികൾ പറയുന്നു. തലവേദന, തലയ്ക്ക് മന്തിപ്പൂ, ഛർദിലൊക്കെ വരുന്നു. എല്ലാവർക്കും ഉണ്ട്. BP-യുടെ പ്രശ്നം വരുന്നുണ്ട് കാരണം. അപ്പോൾ നമ്മൾ അവിടുത്തെ പോയി പറയുന്നുണ്ട്. പറഞ്ഞ് അവർ ആന്ന് പറയും, പിന്നെ ഒന്നും പറയുന്നില്ല, മറുപടി ഒന്നുമില്ല. വെള്ളത്തിന് ഇപ്പോഴും ഡീസലിൻ്റെ ഗന്ധമാണ്, പെട്രോളിൻ്റെ ഗന്ധമാണ് ഉണ്ടായാൽ. ഞങ്ങൾക്കിവിടെ ശ്വസിക്കാൻ ഈ ഡീസലാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ വളരെ അബദ്ധമാണ് ഇവിടുത്തെ ചെയ്തത്. ആസ്മ രോഗിയായ ഉമ്മയ്ക്ക് ഡീസലിന്റെ ഗന്ധം കാരണം എന്നും ശാരീരിക അസ്വസ്ഥതയാണ്. ഇങ്ങനെ ഭയന്ന് ജീവിക്കാൻ കഴിയില്ല. സംഭരണ കേന്ദ്രം ഇവിടെ നിന്നും മാറ്റണം, അല്ലെങ്കിൽ തങ്ങൾക്ക് പകരം സംവിധാനം ഒരുക്കി തരണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നമുക്ക് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ അത് ആകുമ്പോൾ അധികം തലക്ക് കനം കൂടുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് മാറണം എന്നുള്ളൊരിതുണ്ട്. അല്ലെങ്കിൽ അവർ ഒഴിവാകുകയാണെങ്കിൽ ഒഴിവാകുക, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റിത്തരിക, സേഫാക്കി തരിക ഞങ്ങൾക്ക്. അതേസമയം പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് 3 വർഷം മുമ്പ് സംഭരണ കേന്ദ്രം കണ്ണൂരിലേക്ക് മാറ്റാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അന്ന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം അതിന് തടസ്സം നേരിട്ടു. എന്നാൽ ഇത്തവണ ശാശ്വത പരിഹാരമുണ്ടാകാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. ജനവാസ മേഖലയിൽ നിന്നും പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കോടതിയെ സമീപിച്ചിരുന്നു. ഡിപ്പോ വിപുലീകരണത്തിന്റെ ഭാഗമായി സമീപത്തെ തീവണ്ടിത്തോട് മണ്ണിട്ട് നികത്തുന്നതായും കണ്ടൽക്കാട് വെട്ടി നശിപ്പിച്ചതായും ഇവർ ആരോപിക്കുന്നു. കേസ് കൊടുത്ത് നമ്മൾ ഇതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, ഈ ഇതിൻ്റെ സ്മെല്ല് വരുന്നത്, പിന്നെ വേസ്റ്റ് വെള്ളം ഇതാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേസ് കൊടുത്തത്. പിന്നെ കണ്ടൽക്കാട് വെട്ടിയിട്ടാണ് ഇതിൻ്റെ അവിടെയുള്ള പുനരുദ്ധാരണം നടന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കേസ് കൊടുത്ത് പിന്നെ ജില്ലാ കോടതിയിൽ കേസ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ട് നിൽക്കും. അങ്ങനെ ലാഗ് ചെയ്ത് പോവുക ചെയ്യുന്നത്. നമ്മൾ ഈ ജില്ലാ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ കണ്ടൽക്കാട് വെട്ടിയിട്ടൊക്കെയാണ് അവർ ഇതിൻ്റെ എക്സ്പെൻഷൻ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് പിന്നെ അവിടെ ഇപ്പോഴും അവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടാണ്. പിന്നെ അവിടെ കാട് കയറിയിട്ട് നായ്ക്കളൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്. അതൊന്നും ഇവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മാത്രം കുറച്ച് ഭരണാധികാരികളൊക്കെ വരും. അല്ലാതെ ഇവിടെ കോർപ്പറേഷൻ വരെ അവർക്കൊരു ഫൈൻ ഇടല്ല. ഈ അടുത്ത കാലത്തായിട്ട് ഇതിലെ ഡ്രെയിനേജിൽ കൂടെ വേസ്റ്റ് വെള്ളം മറ്റേ തോട്ടിലേക്ക് ഇതിലൊക്കെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല. ആ സമയത്ത് ഇവർ വരും, എന്തെങ്കിലുമൊക്കെ നടപടി എടുത്തെന്ന് ജനങ്ങളെ വരുത്തി പോവുക ചെയ്യാം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത്. പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാത്ത അവസ്ഥയിലാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ഇന്ധന ചോർച്ച പോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണോ ഈ അധികാരികളുടെ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് ഇവിടേക്ക് എത്തുന്നത്? വർഷ. അതെ, തീർച്ചയായും ഈ പ്രദേശവാസികളുടെ പ്രധാന ആരോപണം അതുതന്നെയാണ്. ഇതുപോലെ എന്തെങ്കിലും ഇന്ധന ചോർച്ച സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികാരികൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം സംഭരണ കേന്ദ്രത്തിൽ നിന്നും വരുന്ന ഗന്ധം കാരണം വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കൂടാതെ ഈ കുടിവെള്ളത്തിലടക്കം ഡീസലിന്റെ അംശം കാണുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് പ്രദേശവാസികൾ പറയുന്നത്.
ഈ ഒരു സംഭരണ കേന്ദ്രം തുടങ്ങിയത് മുതൽ ഈ പരാതികളെല്ലാം പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അന്നൊന്നും ഇവരെ കേൾക്കാൻ ഈ അധികാരികൾ ആരും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഈ സംഭരണ കേന്ദ്രം കണ്ണൂരിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ചില പ്രായോഗിക പ്രശ്നങ്ങൾ കാരണം അത് പിന്നീട് തുടർന്നില്ല. എന്തായാലും ഇത്തവണ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം ഇത് സംബന്ധിച്ച് ഇവർ സമരവും നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തവണയും യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം. ഒന്നുകിൽ ഈ സംഭരണ കേന്ദ്രം ഇവിടെ നിന്നും മാറ്റണം, അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം.